വെൽക്കം ടു ദിസ് ഇന്റർവ്യൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ്, രാജീവ് കുമാർ സർ ഫ്രം ട്രിവാൻഡ്രം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന് പറയാം. അദ്ദേഹം ഇന്റർനാഷണൽ സർട്ടിഫൈഡ് NLP ട്രെയിനറാണ്, അതുപോലെ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. ഓക്കെ, അതുപോലെ മൈൻഡ് ക്രാഫ്റ്റ് അക്കാഡമിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം എന്ന് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ഏതാണ്ട് 1000-ലധികം ട്രെയിനിങ് ഓൾ ഓവർ ഇന്ത്യ, അതുപോലെ ഇന്ത്യക്ക് പുറത്തും കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി, ഓഫ്ലൈനും ഓൺലൈനും. ഓക്കെ, അപ്പോൾ സാർ വെൽക്കം ടു ദിസ് ഇന്റർവ്യൂ. ഓക്കെ, വെൽക്കം ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് എന്താണ് ലൈഫ് കോച്ചിങ്? ഇപ്പം സാറിൻ്റെ ലൈഫ് കോച്ചിങ് മെത്തേഡുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങയുടെ ട്രെയിനിങ്ങിലൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും അങ്ങയുടെ ആസ്പെക്ട് ഓഫ് ലൈഫ് കോച്ചിങ്, എന്താണ് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ്ങിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ സാധാരണ സ്പോർട്സിന് കോച്ചിങ് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ട്യൂഷൻ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. പക്ഷെ ലൈഫിന് കറക്റ്റായിട്ട് ഒരു സ്പെഷ്യൽ ട്യൂഷൻ അല്ലെങ്കിൽ കോച്ചിങ് അത് നമുക്ക് വിദേശ രാജ്യങ്ങളിലാണ് അതിനകത്ത് വളരെയധികം പ്രാധാന്യമുള്ളതും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ജസ്റ്റ് ബിഗിനിങ് ആണിത്. ലൈഫ് കോച്ചിങ്ങിൽ കൂടുതൽ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതായത് ഒരു ലൈഫിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലേക്കാണ് മോൾഡ് ചെയ്യപ്പെടേണ്ടത്, ഒരു അത്ലറ്റിനെ, ഒരു സ്പോർട്സ്മാനെ, ഒരു റണ്ണറെ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ കോച്ചാണ്. അത് എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, ഏത് രീതിയിൽ. ജിമ്മിലൊക്കെ നമുക്കറിയാം, ജിമ്മിലെല്ലാം ആ ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ലൈഫിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്ത് ഹാബിറ്റ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്? ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ഒരിക്കലും ഇത് നമുക്ക് ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. അതാണ് ലൈഫ് കോച്ചിങ്ങിലുള്ള ഡിഫറൻസ്. നമുക്കൊരു വ്യക്തിയുടെ പാറ്റേൺ ആയിരിക്കില്ല വേറെ ഒരാളുടെ പാറ്റേൺ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെയ്യുന്നത് ലൈഫ് കോച്ചിങ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. സാധാരണ നമ്മൾ പറയും വിജയിക്കുന്ന വ്യക്തികൾ അതിരാവിലെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ കുറെ പാറ്റേൺ പറയും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഐൻസ്റ്റീൻ എണീച്ചിരുന്നത് ഒരു 8:30 അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമായിരുന്നു. പല വ്യക്തികളും രാത്രി മിഡ് നൈറ്റ് കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേൽക്കാത്തവരും വിജയിക്കുന്നുണ്ട്. ഇത് ഇവരുടെ എക്കോസിസ്റ്റമാണ്. അതായത് അവരുടെ പാറ്റേൺ അറിഞ്ഞ്, ആ ക്ലയന്റിന്റെ പാറ്റേണും അദ്ദേഹത്തിന്റെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയും. അതായത് സറൗണ്ടിങ്സും അദ്ദേഹത്തിന്റെ മൈൻഡും അദ്ദേഹത്തിന്. അപ്പൊ എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരും തോൽവി ആഗ്രഹിക്കുന്നവരില്ലല്ലോ, വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ പാറ്റേൺ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ ഷൂസിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ഫിസിക്കൽ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി അവർക്കൊരു ഐ ഓപ്പണിംഗ്, ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ലൈഫ് കോച്ചിങ്. അപ്പൊ ഇത് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റ് ആണോ, ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഫോർമാറ്റ് ആണോ? നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ കോച്ചിങ് ചെയ്യാൻ പറ്റും, പേഴ്സൺ ടു പേഴ്സൺ. അവരുടെ ഒരു നമ്മളിപ്പോ 2022 വരുന്നു, ഒരു വർഷത്തേക്ക് എനിക്ക് എങ്ങനെ ലൈഫ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അവർക്ക് നമുക്ക് സ്പെഷ്യലൈസ് ക്ലാസ് മാത്തമെറ്റിക്സിനും സയൻസിനും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻസ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരു കോച്ചിങ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന ലെവലിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പം യൂസർ മാനുവൽ എല്ലാ പ്രോഡക്ട്സിനും ഉണ്ട് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ മെഷീൻസ്, ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഹ്യൂമൻ ബീയിങ്, മനുഷ്യരെ നമുക്ക് എങ്ങനെ അതിനകത്ത് ട്രാക്ക് ചെയ്യാനോ അത് ഹാക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനോ പറ്റുന്നില്ല. അതിന് കോച്ചിങ് വളരെയധികം സഹായിക്കും. അത് ഇൻഡിവിജ്വലിനെ സഹായിക്കും. ഒരു ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ഗ്രൂപ്പ് കോച്ചിങ്ങും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ലൈഫ് കോച്ചിങ് കൊണ്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, അതിന്റെ ഡിഫറൻസ്. അതുപോലെ തന്നെ NLP സാർ, NLPയുടെ വളരെ സ്പെഷ്യാലിറ്റി മറ്റുള്ള ട്രെയിനേഴ്സ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് അങ്ങയുടെ കോച്ചിങ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പൊ അങ്ങയുടെ അതിന്റെ ആസ്പെക്ട് എങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യാറുള്ളത്? അതായത് NLP എന്ന് പറയുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഭാഷയാണ്. അപ്പം ബ്രെയിനിന്റെ ഭാഷ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതൊരു ആക്ഷനിലേക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാറ്റേൺ മാറ്റുന്നതിനും ഹാബിറ്റ്സ് മാറ്റുന്നതിനും, എല്ലാവർക്കും ഹാബിറ്റ്സ് മാറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
പക്ഷെ ന്യൂറോൺസിന്റെ ഭാഷ, ബ്രെയിനിന്റെ ഭാഷ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, എന്താ മനസ്സ വാച കർമ്മണ, അതായത് മനസ്സ്, വാക്ക്, പ്രവൃത്തി. അതെ. ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേൺ, ഒരു മോഡ്യൂള് റെഡിയാക്കുന്നതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിനനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈൻഡിനനുസരിച്ച് എന്ന് പറയാം. ഇത് നേരെ തിരിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് ഒരു മോഡ്യൂൾ ആക്കി ഡെവലപ്പ് ചെയ്ത് ഇത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഫിയർ ആയിരുന്നാലും, ഫോബിയ ആയിരുന്നാലും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഗോൾ അച്ചീവ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് അംബീഷൻസ്, കുറെ ആൾക്കാർ അംബീഷൻസും ഗോൾസും ഒക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ചെയ്യാൻ സഹായിക്കുന്ന ലെവലിൽ അവരുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ ചേഞ്ച് ചെയ്യാൻ ഒരു ന്യൂറോ പാത്വേ ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്കുള്ള കുറെ സിസ്റ്റംസും കുറെ പിന്നെ മെത്തേഡ്സുമാണ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം കേട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലിൽ കണ്ട് ഒത്തിരി ഇതുണ്ട്, പക്ഷെ അത് നമുക്ക് സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ സ്ഥായിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൂള് വേണം. ഇത് ആക്ച്വലി NLPയിൽ വരുന്ന ടൂൾസ് ആണ്. ഈ ടൂളിന് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അധികം ടെർമിനോളജീസ് യൂസ് ചെയ്യാതെ ഇത് എങ്ങനെ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം. സിമ്പിൾ ആയിട്ട് എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് ആണല്ലോ ആൾക്കാർക്ക് വേണ്ടി. അപ്പം ആ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വീകാര്യമായ രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാലേ പറ്റത്തുള്ളൂ. അപ്പം ആ രീതിയിൽ മോഡിഫൈ ചെയ്ത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. NLP എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കൊരു എന്താ പറയുന്നത് കോമൺ ടൂൾസ് തന്നെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ എല്ലാം ഉള്ളത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നു, അതിലാണ് ഒരു മെയിൻ കാര്യം ഇരിക്കുന്നത്. NLP ട്രെയിനിങ് കൂടുതലായിട്ട് ആവശ്യം വരുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണോ, അതോ മറ്റ് കാറ്റഗറിപ്പെട്ട സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വൈസോ അങ്ങനെ എന്തെങ്കിലും ആണോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? കുട്ടികൾക്കുൾപ്പെടെ, പാരന്റ്സ് ഉൾപ്പെടെ എല്ലാ ആൾക്കാർക്കും, ബിസിനസ്സുകാർക്കും എല്ലാവർക്കും NLP ആവശ്യമാണ്. കാര്യം NLP മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ട്യൂൺ ചെയ്യുന്നതാണ് NLP. 5 സെൻസസിനെ നമുക്ക് റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ, FM 93.4 98.5 അങ്ങനെ ട്യൂൺ ചെയ്യുന്ന പോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ട്യൂൺ ചെയ്താൽ, സപ്പോസ് ഒരു ഉദാഹരണം പറയാണ്, ജയൻ ഒരിടത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പറയുന്നത് പോലെ അല്ല അത് കാണരുത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ പറയാണ്, ഇപ്പൊ ഒരു മഞ്ഞ ആനയെ കാണരുത് എന്ന് പറഞ്ഞാൽ മഞ്ഞ ആനയെ കാണും, അല്ലെ? ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ സ്മെല്ല് ഒരിക്കലും നിങ്ങൾ സ്മെല്ല് ചെയ്യരുത്, പറ്റത്തില്ലല്ലോ, സ്മെല്ല് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ബോധപൂർവം നമുക്ക് ഗ്രോത്ത് കിട്ടുന്ന ലെവലിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും NLPയിൽ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ. അപ്പം ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അവരവരുടെ ഫീൽഡിൽ ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടില് എങ്ങനെയാണ്, ഒരു വീട്ടമ്മയ്ക്ക് യൂസ്ഫുൾ ആണ്, ഒരു കുഞ്ഞിന് യൂസ്ഫുൾ ആണ്, ഒരു പാരന്റിന് യൂസ്ഫുൾ ആണ്, ഒരു ബിസിനസ്സുകാർ, ഓൺടർപ്രണർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്. അതല്ല സ്ട്രെസ് വേണ്ടല്ലോ ആരും. സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യാൻ അതിനകത്ത് നല്ല റിസൾട്ട് ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് അങ്ങ് ചെയ്യാറുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിയില്ലെന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അല്ലെ? ഇപ്പൊ ഒരു ബിസിനസ്സിനെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് കഴിയും എന്നുള്ള ഒരു പുതിയൊരു ഐഡിയ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലായിടത്തും വേണം, എങ്കിൽ തന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന്റെ അപ്രോച്ച് വിശദീകരിക്കാമോ? ഡീറ്റെയിൽ. ഇപ്പൊ വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ വി കാൺ മൂവ്, അല്ലെ? നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ മൂവ് ചെയ്യാനേ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ പാർട്ട്. കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും ആവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷനാണ്.
അതെ 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 അല്ലെ? അതെ നമ്മളെ സൈലൻസ് തന്നെ ചില അവസരങ്ങൾ നമ്മൾക്ക് തരും. അതെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന അവസരം കിട്ടത്തുമില്ല. അതെ 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 ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട പോലെ പറഞ്ഞാലേ കേൾക്കേണ്ട പോലെ അവർ കേൾക്കത്തുള്ളൂ എന്ന് പറയും. അല്ലേ? അതെ അതെ നമ്മൾ പറയാതുള്ള പഴഞ്ചൊല്ലുകളാണ് എന്താ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഇങ്ങനെയൊക്കെ. അതായത് ഇതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെ അതെ ഇപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഇരിക്കുന്ന എന്റെ പിന്നിലെ ലൈബ്രറിയാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷനാണ്. അതെ അതെ ഇതൊരു കമ്മ്യൂണിക്കേഷനാണ്, അല്ലെ? അതെ എന്റെ അതെ ഡ്രസ് കോഡ്, സംസാരിക്കുന്ന, അപ്പൊ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ അക്സസറീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ്, പിന്നെ നമ്മുടെ പെർഫ്യൂം, എന്ത് കാര്യങ്ങളും നമ്മളെ സെൻസ് ചെയ്യുന്നതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ അതാണിത്. അപ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വേറൊന്നുമല്ല, ഒരു കുട്ടിയുടെ അടുത്ത് അച്ഛൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവന്റെ അതേ ഐ കോണ്ടാക്റ്റിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതേ ലെവലിൽ കുഞ്ഞിങ്ങനെ മുകളിലോട്ട് നോക്കുന്നതിന് പകരം ഈ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു, ഞാനൊരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതാണ്, അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. ചില മൈക്രോ ലെവലിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ. അത് ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ ഇതിൽ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ഗ്രോത്ത്. അപ്പൊ അതില് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് എല്ലാ വ്യക്തികൾക്ക് എത്താൻ പറ്റും. എസ്പെഷ്യലി ബിസിനസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഓന്റർപ്രണർഷിപ്പ്, ഇങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിന് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും അതിന് ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ടോ, അതോ നോർമലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണോ, അതോ ഒരു സയന്റിഫിക് മെത്തേഡ് അതിനുണ്ടോ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി? തീർച്ചയായിട്ടും അതിനകത്തൊരു മെത്തഡോളജി ഉണ്ട്. ഇപ്പൊ നമുക്ക് ജയനൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, എലിവേറ്റർ പിച്ച് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എലിവേറ്റർ പിച്ച് അറിയാലോ? അപ്പം അത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 50 സെക്കൻഡോ ഒക്കെ കിട്ടുന്ന കാര്യമാണ്. ഒരു ഓൺട്രപ്രണർ പുറത്തു വരുമ്പോൾ ഒരു അവസരം കിട്ടുകയാണ് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. 1 മിനിറ്റേ ഉള്ളൂ. ഇതിനകത്ത് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ആശയം അവിടെ പറയുന്നതിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യലും അതിനകത്ത് എത്രത്തോളം കാര്യമുണ്ട് എന്ന് മറ്റേ വ്യക്തി മനസ്സിലാക്കുന്നത്. അല്ലേ? അതൊരു എഫക്റ്റീവ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിനകത്ത് എല്ലാ പാറ്റേണും വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. തികച്ചും അത് വെർബൽ കമ്മ്യൂണിക്കേഷന് വളരെ 10% അകത്തേ വരുന്നുള്ളൂ. കൂടുതലും നമ്മുടെ ശാരീരികമായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, നമ്മുടെ ടോണാലിറ്റി, ഞാൻ സംസാരിക്കുന്നത് വ്യക്തതയല്ല, ഞാൻ വളരെ സ്ലോ മോഡിലാണ് സംസാരിക്കുന്നെങ്കിൽ ജയൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ജയൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു മറുപടി, ഇമ്പോർട്ടൻസ് തരാതെ എന്റെ ഫ്ലോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ കോൺവെർസേഷൻ കറക്റ്റ് ആവില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി കുറെ പാറ്റേൺസ് ഉണ്ട് ഇതിനകത്ത്. സയന്റിഫിക് ആയിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് പാറ്റേൺസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ടോൺ, നമ്മുടെ ടോണിന്റെ ഒരു ഫ്രീക്വൻസിയുടെ ചേഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. കോൺഷ്യസ്ലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? 100% കോൺഷ്യസ്ലി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഈ കോൺഷ്യസ്ലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് അൺകോൺഷ്യസ്ലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, അൺകോൺഷ്യസ് ഇത് ഏറ്റെടുക്കുകയും, നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ കാറും 2 വീലറും ഒക്കെ പഠിക്കുന്ന പോലെയാണ്. പിന്നെ നമ്മൾ കോൺഷ്യസ് അല്ലല്ലോ, അൺകോൺഷ്യസ്ലി നമ്മൾ ഗിയർ മാറ്റുകയും വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ എക്സ്പെർട്ട് ആവും. എക്സ്പെർട്ടീസമാണ്. എക്സ്പെർട്ടീസം വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും. അതിനകത്ത് അതും നമ്മളൊരു ജനറൽ ആയിട്ട് കൊടുക്കുന്ന രീതിയല്ല. അതും അതിനകത്തും പിന്നെ ഒരു ഗ്രൂപ്പ് ആയിരുന്നാലും, അല്ലെങ്കിൽ ഇപ്പൊ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറെയാണ്, അല്ലെ? അവർക്ക് റിസൾട്ട് ഉണ്ടാവുക, കസ്റ്റമറിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുക, എങ്ങനെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാ മേഖലയിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനാണെങ്കിലും, അല്ലെ, ഏത് മേഖലയിലും കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, അല്ലെ? തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ എല്ലാ മേഖലയിലും ആവശ്യമാണ്. അതിൽ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലും, അല്ലെങ്കിൽ നമുക്കിപ്പം യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ,
പാരന്റ്സും കുട്ടികളുമായിട്ടുള്ള റിലേഷൻ, ടീച്ചേഴ്സും ഇതിലെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. അതെ 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 ഇതില് ഞാൻ ഈ NLP മാറ്റി കണക്ട് ചെയ്യാൻ കാര്യം നമ്മുടെ 5 സെൻസസിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. അതൊന്ന് അതെ. വിഷ്വൽ ആയിരിക്കും, കാണുന്നതിലൂടെ ചിലപ്പോൾ ആൾക്കാർ അല്ലെ, കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതെ ചിലവർ കാണുന്നതിൽ തന്നെ കംപ്ലീറ്റ് ഗ്രാസ്പ് ചെയ്യും. ചിലവർ ഓഡിറ്ററി ആയിരിക്കും, അതായത് കേൾവിയിലൂടെ അവർ ഗ്രാസ്പ് ചെയ്യും. അതെ 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 അപ്പം ചിലവർ കാണുന്നതിലായിരിക്കും, ചിലവർ അല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെ പെട്ടെന്ന്, ചിലർ ഓഡിയോ കേട്ട് പെട്ടെന്ന് കേൾക്കുന്നതിലൂടെ ടീച്ചർ പറയുന്നു കേട്ട് മനസ്സിലാക്കുന്നു, അതെ ചിലവർ റീഡ് ചെയ്യും. അതെ അപ്പം ഇതിനകത്ത് ഏത് സെൻസിലാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു കുട്ടി ചിലപ്പോൾ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, അതോ കിനസ്തെറ്റിക് ഫീലിങ്സ് ഓറിയന്റഡ് ആണോ. ഓക്കെ നമ്മൾ അവന്റെ കൂടെ അടുത്തിരുന്ന് ഒരു ഫീലിങ്സോട് കൂടി ഇത് പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ കൂടെ നിന്ന് ലാളിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പഠിക്കും, അല്ലെ? അവൻ അതെ ഫീലിങ്സ് അതെ ഓറിയന്റഡ് ആണ്. അതെ 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 അപ്പൊ കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഡിഫറന്റ് ആയതുകൊണ്ടും ഉം. അവരിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ എന്ന് മനസ്സിലാക്കി അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ഫീൽഡിൽ ഹൈലി എക്സ്പെർട്ട് ആവാൻ പറ്റും. ഓക്കെ ഓക്കെ മനസ്സിലായി. ഇത് പറയുന്ന കുറച്ച് ഡെപ്താണ്. മനസ്സിലായി അത് പക്ഷെ അതിലാണ് റിസൾട്ട് വരുന്നത്. അത് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഏത് ഇതിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ. അതിലൂടെ അവർ നിൽക്കുന്ന ഫീൽഡിൽ എക്സ്പെർട്ട് ചെയ്യാം. അതെ 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 അപ്പോൾ കമ്മ്യൂണിക്കേഷനും അതുകൊണ്ടാണ് ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ NLP അല്ലെങ്കിൽ അതിന്റെ കണക്ട് ചെയ്തിട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അതിൽ തന്നെ പല കമ്മ്യൂണിക്കേഷനിലൂടെ റാപ്പോ ബിൽഡ് ആവും. അതെ 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 നമുക്കൊരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപെടാനും അതിന്റെ റിസൾട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ 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 എനിക്ക് കേരളത്തിലെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, നമുക്കറിയാം ധാരാളം ട്രെയിനേഴ്സ് പല മേഖലകളിലുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മോട്ടിവേഷൻ, സെയിൽസ് കൺവേർഷൻ, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ട്രെയിനേഴ്സ് ഉണ്ട്. ധാരാളം ബിസിനസ്സുകാരുണ്ട്. പക്ഷേ എല്ലാ സ്മോൾ സ്കെയിൽ ആണെങ്കിലും ബിഗ് മാർജിനുള്ള ബിസിനസ്സുകാരാണെങ്കിൽ പോലും പല ആളുകളും എനിക്ക് തോന്നുന്നു ട്രെയിനിങ്ങിൻ്റെ ഒരു സാധ്യത അവരുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഫേമുകൾ മാത്രമേ, ബിസിനസ്സുകാർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ അപ്ലൈ ചെയ്യാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമുക്ക് പറയും വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ട്രെയിനിങ് തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഈ സ്മോൾ സ്കെയിൽ ആണെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഐഡിയ ഉള്ള ധാരാളം ആളുകളുണ്ട് ബിസിനസ്സുകാർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും ശരിയായിട്ടുള്ളൊരു ട്രെയിനിങ് അവർക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം അവർ ഫെയിലർ ആവുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഇത് ഇപ്പൊ ജയൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു അഭാവമുണ്ട്. കാര്യം ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തന്നെ അധികമായിട്ട് പബ്ലിക്കിൽ അറിയില്ല എന്നുള്ളതാണ്. അതെ 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 നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു, ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ലൈഫിൽ ആരും ലൈഫിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം വീട്ടിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ, ഞാൻ എന്ത് ഹാബിറ്റാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കൂ, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ, അല്ല എപ്പോഴും ഓടുന്ന കാണാം വൈകുന്നേരം 1 മണിക്കൂർ, അല്ലെങ്കിൽ അത് എക്സസൈസ് ഒരു പാറ്റേൺ ആണ്. അപ്പൊ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ അസുഖം ഉള്ളവരാണ് എക്സസൈസ് ചെയ്യുന്നതെന്ന്, അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ടെന്നുള്ളത് പബ്ലിക്കിന് അവയർനെസ് ഇല്ല. നമ്മളൊരു അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം ആക്ച്വലി ഒൺസിന്റെ മന്ത് അല്ലെങ്കിൽ ടോയ്സിന്റെ മന്ത് വീക്കിലി ഒരു പ്രോഗ്രാം ഫ്രീ ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. 1 hour സെഷൻ ആണ്, ഫ്രീ കോച്ചിങ്. അപ്പം അത് ഫോർ അവയർനെസിന്റെ പാർട്ടാണ്. ശരി ശരി ശരി. അപ്പോ നമുക്കത് എങ്ങനെ ആൾക്കാർക്ക് അതിൽ നിന്നാണ് അവർക്കൊരു ഐ ഓപ്പണിങ് വരുന്നത്. ഇങ്ങനെ ഒരു കാര്യം, അതായത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത്. ഈ ഫ്രീ ഫ്രൈഡേ എന്നുള്ള പ്രോഗ്രാം ഇൻഡിവിജ്വൽ ആണോ അതോ ഫേമിന് വേണ്ടിയിട്ടാണോ, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണോ? ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഫ്രീ ഫ്രൈഡേ ഇൻഡിവിജ്വലിനാണ്. അത് ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഫേമിനും ആണെങ്കിൽ ആ രീതിയിലും ഇപ്പം നമ്മുടെ ഓൺലൈനിൽ കൂടെയാണ് കൂടുതൽ ചെയ്യുന്നത്, ഓൺലൈനിൽ കൂടെയാണ്. അപ്പൊ അതായത് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്, ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുക. ഇപ്പൊ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാരിറ്റിയാണ്. ഇപ്പൊ നമുക്ക് കൺസൾട്ടിങ്ങും കൗൺസിലിങ്ങും ഡിഫറെന്റ് ആണ്, അത് ഞാൻ വിട്ടുപോയി. നമുക്കൊരു അഡ്വൈസ് കൊടുക്കുകയല്ല ചെയ്യുന്നത് കോച്ചിങ്ങിൽ. ഇപ്പൊ നമ്മൾ ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ എന്റെ ഒരു അറിവിൽ ബേസ് ചെയ്തിട്ട് അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്
ഒരിക്കലും സൂട്ട് ആവണമെന്നില്ല. അതെ 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 സത്യം. ഇപ്പം പിന്നെ ചില ആൾക്കാര് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊന്നും കാണൂല, അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജോ ഐ കോണ്ടാക്റ്റോ കറക്റ്റ് അല്ലാത്തത് കൊണ്ടും എതിരെ നിൽക്കുന്ന വ്യക്തി വിചാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ബന്ധുക്കളും വിചാരിക്കും ഈ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഒരുമാതിരി നെഗ്ലക്ട് ചെയ്യുന്ന പോലെയാണെന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ രീതി അതാണ്. അപ്പം ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഭയങ്കരമാണ്. അതുകൊണ്ട് ലൈഫ് കോച്ചിങ്ങും ഇപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാംസ്, ഇപ്പൊ ജയൻ ചെയ്യുന്ന ഇന്റർവ്യൂ പോലത്തെ പ്രോഗ്രാംസിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുക. നമുക്കൊരു അവയർനെസ് കൊടുക്കുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് അറിയുന്നത്. പലർക്കും NLP കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ സെലിബ്രിറ്റീസിനെ എടുത്ത് നോക്കിയിരുന്നാലും, ഹൈ ലെവലിലെ പൊളിറ്റീഷ്യൻസിനെ എടുത്ത് നോക്കിയിരുന്നാലും, ടോപ്പ് ബിസിനസ്സുകാരെല്ലാം എടുത്ത് നോക്കിയിരുന്നാൽ അവർക്കെല്ലാം കോച്ച് ഉണ്ട്, ഇൻഡിവിജ്വൽ കോച്ച് ഉണ്ട്. അപ്പം അതിലൂടെ അവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞ പോലെ ചെയ്യുന്നത്, നമുക്ക് ഫിസിക്കൽ കോച്ച് ഉള്ളതുപോലെ, ഫിസിക്കൽ ട്രെയിനർ ഉള്ളതുപോലെ നമ്മളുടെ ബൈസിപ്സും നമ്മൾ ചെസ്റ്റും അല്ലെങ്കിൽ നമ്മൾ സിക്സ് പാക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പൈസ മുടക്കുന്നു. പക്ഷെ നമ്മുടെ മൈൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കമ്മ്യൂണിക്കേഷൻ, ഞാനിപ്പോ വൈഫിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് പീസ്ഫുൾ ആയനെ. ഞാൻ എന്റെ മദറിൻലോയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ മകന്റെ അടുത്ത് അൺനെസസറി ആയിട്ട് പ്രോബ്ലം മാറും. അതൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് വരുമ്പോൾ അതൊരു ലൈഫിലെ പാറ്റേൺ ആയി മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അത്രയും പൊട്ടൻഷ്യൽ ആണ്. അതെ അതെ ഓക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ഫൈനലായിട്ടുള്ള ചോദ്യം, നിലവിലുള്ള യങ്സ്റ്റേഴ്സിനോട്, യുവാക്കളോടും അതുപോലെ പുതിയതായിട്ട് വരുന്ന സംരംഭകരോടും എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് അങ്ങയുടെ മെസ്സേജ്? അതായത് ഇപ്പം വളരെ ഉഗ്രൻ ക്വസ്റ്റ്യൻ ആണ് ജയൻ. യങ്സ്റ്റേഴ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പം എന്താ പറയുക, അവര് കൂടുതൽ ഈ നമുക്ക് ടെക്നോളജി നല്ലത് തന്നെയാണ്, ടെക്നോളജി ആവശ്യമാണ്, ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോലും ഈ സംസാരിക്കുന്നത്. പക്ഷെ ടെക്നോളജി നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ലെവലിലേക്ക് ആകാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 22-23 വയസ്സുള്ള ഒരു പയ്യനെ കോച്ചിങ്ങിനായിട്ട് പുള്ളിയുടെ അമ്മ കൊണ്ടുവന്നപ്പോ അവന് എല്ലാ കാര്യങ്ങളും അറിയാം. എന്താണ്, അവൻ ഭയങ്കര ബുക്ക് റീഡ് ചെയ്യുന്ന വ്യക്തിയാണ്, TEDx ഷോ ഒക്കെ സ്പീക്സും എല്ലാ സ്പിരിച്വൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ 1 കിലോ പഞ്ചസാര മേടിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മടിയാണ്. അപ്പൊ സോഫയിൽ അങ്ങനെ നമ്മൾ പറയില്ലേ ഈ ഫിംഗർ എക്സസൈസ് എന്ന് പറയുന്നത്, ഫിംഗർ എക്സസൈസ് നമ്മൾ ആ മൊബൈലിൽ ഇങ്ങനെ മാറ്റി നമ്മൾ ഈ ചുണ്ണാമ്പ് തേക്കുക എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ യങ്സ്റ്റേഴ്സ് ഒത്തിരി പേരില്ല, കുറെ പേര് സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ആ ലെവലിൽ പോകാതെ അവരുടെ ഒരു എനർജി ഉണ്ട്, അവരുടെ ഒരു യങ് എനർജിയെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് മാറ്റാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസിലൂടെ സാധിക്കും. കാര്യം അവർക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. അത് ആ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ എനർജി വളരെ നല്ല പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് ഞാൻ പറയേണ്ട ഒരു കാര്യം. അത്രയധികം പൊട്ടൻഷ്യലാണ് ഈ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ ബിസിനസ്സുകാർ ആണെങ്കിൽ ഇപ്പം ഒരു കൺവെൻഷണൽ ലെവലിൽ നിന്ന് മാറി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലാണ് ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഇന്നോവേഷൻ ആണ്, ഭയങ്കര കോമ്പറ്റീഷൻ അല്ലാതെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ ചെയ്യുന്നത്. അല്ലെ, വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. നമുക്കിപ്പോ ഓയോ അല്ലെങ്കിൽ സൊമാറ്റോ ഒത്തിരി പിന്നെ എന്താ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്. വാല്യൂ അഡിഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. എല്ലാം വാല്യൂ ആണല്ലോ, അല്ലാതെ പ്രോഫിറ്റ് എന്ന് പറയുന്ന അതിന്റെ പാർട്ടാണ്. വാല്യൂ അഡിഷൻ ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അവരുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും ഒരു വാല്യൂ കൂട്ടാനും അല്ലെങ്കിൽ അതെങ്ങനെ പിന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയിലൂടെ എത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോഗ്രാംസിലൂടെ അവർക്ക് അതിനെ റിയലൈസ് ചെയ്യാൻ പറ്റും. റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. റിയലൈസ് ചെയ്തതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ വിത്തൗട്ട് റിയലൈസേഷൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യാം. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് റിയലൈസ് ചെയ്യുകയാണ്. റിയലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും. ഇതാണ് അതിന്റെ പ്രോസസ്സ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അപ്പൊ താങ്ക് യു ഫോർ ദ ടൈം. ഇപ്പൊ ഇത്രയും വിലയേറിയ ആശയങ്ങൾ
ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈൻക്രാഫ്റ്റ് അക്കാഡമിയുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള, രാജു സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം സൈറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രെയിനർ, അതുപോലെ 1000-ലധികം പ്രോഗ്രാം ചെയ്ത ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഒരുപാട് ഗൈഡൻസ് തരാറുണ്ട് അദ്ദേഹം. അപ്പം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സർവീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ജയ. എനിക്കും ജയന്റെ അടുത്ത് വളരെയധികം നന്ദി പറയാനുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പെട്ടെന്ന് വന്നതിനും, ജയനെ പോലെ വളരെ സജീവമായിട്ട് ഡിജിറ്റൽ കോച്ചിങ് ചെയ്യുന്ന മേഖലയിൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നെ ഒരു ഇന്റർവ്യൂ ഇതിലേക്ക് വിളിച്ചതിനും ക്ഷണിച്ചതിനും നമുക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ജയ. താങ്ക് യു.